ആ ോളുണ്ടല്ലോ ഒപ്പിച്ചതാ. हंसते गाते तेरा तो नहीं तुम कहाँ हो? मैं यहाँ हूँ. ഹലോ. ഇവിടെ ബേട്ടാ कौन कौन क्या മലയാളിയാ? മലയാളിയാണോ? ആ ആ. ഇതാരുടെ ഫോണാ? ഇത് എൻ്റെ ഫോണാ ഇതെങ്ങനെ എൻ്റെ കയ്യിൽ വന്നു? സാറേ. ഇത് ഞാൻ കൊച്ചിന് കൊടുത്തതാ. അപ്പൊ കൊച്ചകത്തിരിക്കുന്ന കാര്യം മോൻ അറിയാം. ഉം. ഈ പാതിരാത്രിക്ക് ആ പെങ്കൊച്ചിനെ കൊണ്ട് എവിടെ പോകാൻ നോക്കിയതാ? സാറേ, ഞാൻ അവളെ രക്ഷിക്കാൻ വേണ്ടി രക്ഷിച്ചിട്ട് ആർക്ക് കൊണ്ട് വിൽക്കാൻ? സാറേ, വിൽക്കാനോ? ആ വിൽക്കാൻ? നീയും കൂട്ടുകാരും ഒക്കെ കൂടെ ആ പെങ്കൊച്ചിനെ എവിടെ വിളിച്ചു കയറ്റി ഉപദ്രവിക്കാൻ നോക്കി. ഉപദ്രവിക്കുന്നതിനിടെ നീ അത്ര ശരിയല്ലെന്ന് മനസ്സിലായിട്ട് നിന്റെ വണ്ടിക്കകത്ത് രക്ഷപ്പെട്ട് ഓടുന്ന വഴിയാണ് ഞങ്ങളുടെ കിട്ടിയെന്നാണല്ലോ കൊച്ചു പറഞ്ഞത്. സാറേ, അങ്ങനെയൊന്നും അല്ല സാറേ. അല്ലേ? അല്ല അല്ല സാറേ. ഇങ്ങൊന്നേ മോനെ, സംഭവം എന്നാന്ന് നീ സത്യം പറഞ്ഞു. സാറേ, ഇന്നെൻ്റെ ബാച്ചിലേഴ്സ് പാർട്ടി ആയിരുന്നു. അപ്പോൾ അടുത്ത ആഴ്ച എൻ്റെ കല്യാണമാണ്. കൺഗ്രാലേഷൻസ്. താങ്ക് യു. ഇന്നലെ 2 കൂട്ടുകാർ വന്നപ്പോൾ അവന്മാരിറക്കിയതായി 2 പെൺപിള്ളേരെ. അപ്പോൾ അതിലൊരുത്തരെ വിഷമം പറഞ്ഞ് അവൾ ഒരുപാട് കരഞ്ഞപ്പോൾ ഞാനാകെ രക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞു പോയി. അപ്പോൾ അവളുടെ ഒരു മാമ ബംഗാളിലുണ്ട്. അപ്പോൾ അവളോട് എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല സാറേ ഇത്രയും സമയമായിട്ട്. ഈ പെങ്കൊച്ച് പറഞ്ഞ കഥയായിട്ട് നീ പറഞ്ഞ കഥയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഈ മാമ എവിടെ ഉണ്ടെന്ന്? ബംഗാൾ. ഈ മാമയായിട്ടാണ് ഞാൻ ഫോൺ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം മാമ പറയണതെന്നു വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ കാണാനില്ല, ആരാണ്ടൊക്കെ തട്ടിക്കൊണ്ടുപോയി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ കേസായ മാനെ അത് ആ വഴി അങ്ങ് വലിയ പ്രശ്നത്തിലോട്ട് പോകും. അപ്പം നമുക്കിപ്പോൾ ഇതെങ്ങനെയാ ഫോർവേഡ് ചെയ്യണോ അതോ ഒന്ന് സംസാരിച്ച് സെറ്റിൽ ചെയ്യാൻ നോക്കണോ? സാറേ, നമുക്കിത് സംസാരിച്ച് തീർപ്പാക്കാം. തീർക്കുമല്ലേ? അപ്പം ഞാൻ മാമനോട് സംസാരിച്ചു. അപ്പം മാമ പറയണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ ഒതുക്കി തീർത്തരാന്ന് പറയുന്നുണ്ട്. 5 ലക്ഷം ഒന്നും കാണൂല സാറേ എൻ്റെ കയ്യിൽ. ഞാൻ പറഞ്ഞ പുള്ളിയോട് പിള്ളേരെ ചിലപ്പോൾ അത്രയും കാശൊന്നും ഇല്ലെങ്കിലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു 3 രൂപ എടുക്കാൻ പറ്റുമോ? 3 രൂപ ഉണ്ടാവില്ല സാറേ. മോനൊരു 10-12 വർഷം അകത്തെടുക്കേണ്ടി വരും കേട്ടോ, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ. 3 രൂപയിൽ ഒതുങ്ങുവാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും റെഡിയാക്കാം. ബുദ്ധിയാ, നമുക്ക് ചെയ്യാം. ഞാൻ സംസാരിക്കാം. മോൻ്റെ കൂട്ടത്തിൽ 2-3 പിള്ളേരും കൂടെ ഉണ്ടെന്ന് ഇപ്പം മോൻ പറഞ്ഞില്ലേ? അവരൊക്കെ ഇങ്ങ് വിളിച്ചു കേട്ടോ. എല്ലാവരെയും വിളിച്ചെന്ന് പറ. ഓക്കെ, ചിന്തിച്ചേക്കല്ല ചെല്ല്. 12 വർഷം. ആ റൈറ്റർ ജോർജൊക്കെ ഇതിൽ കൂടാൻ വേണ്ടി നിൽപ്പുണ്ട്. കൂടാനും കൊണ്ട് പോവാ. നീ ചെന്നോ, ഞാൻ എൻ്റെ ഹോമിലാണെങ്കിൽ തീർക്കുന്ന ആള്. എന്നാ പരിപാടി? അപ്പം എൻ്റെ പുറത്ത് ഒരു പയ്യൻ കാറുമായിട്ട് ചാടി നിൽക്കുന്നുണ്ടോ? അത് വേണ്ട, ഞാൻ കൊണ്ടുവന്നാ, ഞാൻ ഇടപെട്ടോളാം. അകത്തൊരു പെണ്ണിരിക്കുന്നുണ്ടോ? അതൊരു ബംഗാളി, നീ കൊണ്ടുവന്ന് നീ ഇടപെട്ടു. ആ പെണ്ണും ആ ചെറുക്കനും തമ്മിൽ മറ്റേതാ ലവ്. എൻ്റെ താനൊക്കെ ലവ് അല്ലെന്ന്. പിന്നെ അവര് തമ്മിൽ മറ്റേ സെറ്റപ്പാ. നീ എത്ര പറഞ്ഞു? ചോദിക്കട്ടെ. ഞാനൊരു 3 പറഞ്ഞു. അപ്പം നിനക്ക് വേണ്ടേ? നിനക്ക് വല്ലതും വേണേ നീ കയറ്റി വയ്ക്ക്. അതുറപ്പല്ലേ? അവനോടുള്ള നിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? ഞാന് അവനോട് വളരെ സോഫ്റ്റ് ആയിട്ടാണ് പെരുമാറിയേ. പക്ഷെ ചെറുക്കൻ പേടിച്ച് വിരകി നിൽക്കുക. എന്നാ പിന്നെ ഞാൻ ചെറ്റാവാം. അയ്യോ, ഇടത്തേക്ക് നോക്കല്ലേ, ജോർജൊക്കെ നോക്കിയപ്പെട്ടുണ്ടോ അല്ലേ?
എന്താടാ? മോനതെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പം അവിടെ നിന്ന് മോനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എങ്ങനെ ഇത് നമുക്ക് തീർക്കണ്ടേ? ഇപ്പം ടാ, നിന്റെ മുഖത്തുണ്ട് നീ ആള് ശരിയല്ല. നീയൊക്കെ കൂടി അവളെ വീട്ടിൽ വിളിച്ച് എന്താടാ ഇത്? ആ പെങ്കൊച്ചകത്തിരുന്ന് കരച്ചില്ല. സാറേ ഞാൻ ആ കൊച്ചിനെ രക്ഷിക്കാൻ നോക്കിയതാ സാർ. കൂടുതൽ കഥ ഉണ്ടാക്കല്ലേ ഡാടാ. കേസേ ഈ കഥ പറഞ്ഞൊന്നും ആയിരിക്കില്ല. മോനെ ചിലപ്പോൾ നിങ്ങൾ രക്ഷിക്കാൻ നോക്കിയതായിരിക്കും. പക്ഷേ അകത്ത് കിടക്കണ പെണ്ണ് അവളുടെ മൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ അകത്ത് പോകും. പിന്നെ ഒരു ജാമ്യം കിട്ടിയല്ല. പെണ്ണ് കേസാ. അപ്പം അവള് പറയുക എൻ്റെ വയറ്റിലുണ്ട്. ഈ വയറ്റിൽ കിടക്കണ കൊച്ചിൻ്റെ തന്ത നീയാ. മേര ബേട്ടാക്ക മോൻ്റെ വരണ ക്രിസ്റ്റി. അപ്പം ഇതാ ക്രിസ്റ്റി എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ സംസ്ഥാനം വഴി കേസ് പോകുന്നറിയാവോ? അപ്പം തീർക്കണ്ടേ ഇത്? ഈ സാറ് മോന് വേണ്ടി അകത്ത് എന്ന ആ സ്ത്രീയോട് സംസാരിച്ച് ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. അവര് പറയണ എന്നാന്നറിയോ? അങ്ങനെ എന്തോ അവര് പറഞ്ഞു. ആ ഒരു 6 ലക്ഷം രൂപയുണ്ട് തീർക്കാന്നാ പറയണേ. ഒന്ന് ആലോചിക്കും സാറേ ഒന്ന് എനിക്ക് അവളെ കണ്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഈ തെറ്റിദ്ധാരണയൊക്കെ മാറ്റാൻ സാറേ പ്ലീസ്. നീ എന്ത് മാറ്റം നടം? നീ പറഞ്ഞാൽ കേട്ടാ മതി. നിന്റെ വീട് എവിടെ? ഇവിടെ ഗിരിനഗർ. അപ്പനെന്താ പണി? ബിസിനസ്സാ. ആ കേസി ദേ അപ്പന് ബിസിനസ് അല്ലേ? 6 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? ഒരു ലൈഫിന്റെ കാര്യമല്ലേ? മോന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി അത് ഇറക്കും. മോനെന്ന് വിളിച്ച് അച്ഛനോട് സംസാരിച്ച് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഫോണിൽ കിട്ടാം. ഞാൻ സംസാരിക്കാം, ഞാൻ അച്ഛനോട് സംസാരിക്കാം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് കാശ് റെഡിയാക്കാം. അതായത് നിന്റെ കൂട്ടുപ്രതികള് അവന്മാരെ നീ വിളിക്കണ്ട, ഞങ്ങൾ വിളിച്ചോളാം. കേസി വന്നേ മോനൊരു കാര്യം ചെയ്യും. മോൻ ഇവിടെ നിന്ന് ആലോചിക്കുക. കൂട്ടുകാരെ വിളിച്ചാലാണോ അച്ഛനെ വിളിച്ചാലാണോ കാശ് കിട്ടണമെന്നുള്ളതൊന്ന് ആലോചിച്ചിട്ട് അറേഞ്ച് ചെയ്യും കേട്ടോ. ലൈഫിന്റെ കാര്യമല്ലേ? പിന്നെ പൊക്കളരുത് ഇവിടെ കേട്ടോ. പ്രശ്നമായി പോകും. കഴിച്ചല്ലേ? ഭക്ഷണം കഴിച്ചല്ലേ? ഓക്കെ കേട്ടോ. നിൽക്കുക കേട്ടോ. കേസേ പാവം ചെറുക്കാന്നേ.